നമസ്കാരം, സ്വാഗതം. ഈ വീഡിയോയിൽ ജോസ് തരകൻ എന്ന എൻ്റെ ഒരു ആത്മമിത്രം, ഞാൻ ജെയിംസ് എന്ന യുക്തിവാദി നടത്തിയ ഒരു സംവാദത്തോട് പ്രതികരിച്ച് ഏവരുമായി പങ്കിട്ട വീഡിയോയോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചതിനെ ഒന്ന് പരിശോധിക്കുന്നതിന്, അതിൻ്റെ ഉള്ളടക്കത്തെ ഒന്ന് വിലയിരുത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖമായിട്ട് തന്നെ ജോസിനോടുള്ള എൻ്റെ സ്നേഹം, അദ്ദേഹത്തിന് ഞാൻ കൽപ്പിക്കുന്ന വില അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് അതിനെ നാം എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത് എന്ന ഒരു ചെറിയ അന്വേഷണം. ഈ അന്വേഷണത്തിൽ ജോസും തുറന്ന മനസ്സോടെ പങ്കെടുക്കുമെന്ന് അദ്ദേഹത്തെ അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ജോസിനെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പോയാൽ കാണാവുന്നതാണ്. അതിപ്രകാരമാണ്. ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രതികരണം മുഴുവനുമായി വായിച്ച്, അത് ഹ്രസ്വമാണ്, അതുകൊണ്ട് മുഴുവൻ വായിക്കാൻ പ്രയാസമില്ല. അതിപ്രകാരമാണ്: മതങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ദൈവസങ്കല്പത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സർവശക്തനായ ദൈവം എനിക്ക് ദുരിതം തരികയും എൻ്റെ ദുരിതത്തിൽ എന്നെ സഹായിക്കാതിരിക്കുകയും മരിച്ചു ചെന്നാൽ സ്വർഗം തരുമെന്ന് പറയുകയും ചെയ്യുന്നതിനോട് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈ യുദ്ധം തുടങ്ങുമ്പോൾ ദൈവം കിടന്നുറങ്ങുകയായിരുന്നു എന്ന് സംശയിച്ചു പോകും. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ശക്തിയെ ദൈവം എന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷെ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ പ്രാർത്ഥന കേൾക്കുന്നത് ദൈവമുണ്ടോ എന്നതായിരുന്നു വിവാദ വിഷയം. അതായത് ജെയിംസും ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്ന പാസ്റ്ററും തമ്മിലുള്ള അഘോരഘോര വിവാദം. അതായിരുന്നുവല്ലോ നമ്മുടെ പരസ്പര സംഭാഷണത്തിൻ്റെ പശ്ചാത്തലം. അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ സുഹൃത്തായ ജോസ് ഇപ്രകാരം പറയുന്നത്. അപ്പോൾ ജോസിൻ്റെ ആദ്യത്തെ വാക്കുകൾ ഇപ്രകാരമാണ്: മതങ്ങൾ പ്രചരിപ്പിക്കുന്ന ദൈവസങ്കല്പത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ 100% ജോസിൻ്റെ കൂടെയാണ്. എനിക്കും അതല്പം പോലും വിശ്വസിക്കാനോ അംഗീകരിക്കുവാനോ സാധ്യമല്ല. കാരണം എല്ലാ മതങ്ങളും, ക്രിസ്തു മതം ഉൾപ്പെടെ, അവതരിപ്പിക്കുന്ന ദൈവസങ്കല്പം, ഞാനിവിടെ ക്രിസ്തു മാർഗത്തെ അല്ല ക്രിസ്തു മതത്തെയാണ് പറയുന്നത്. യേശു പറഞ്ഞതും യേശുവിൻ്റെ പേരിൽ നിന്ന് ആവിഷ്കരിക്കപ്പെട്ട് നിലനിൽക്കുന്നതുമായ ക്രിസ്തു മതവും തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ക്രിസ്തു മതത്തെ പറ്റിയാണ് പറയുന്നത്, ക്രിസ്തു മാർഗത്തെ പറ്റിയല്ല. അപ്പോൾ മതങ്ങൾ ഏതായാലും അവയൊന്നും നമുക്ക് വിളമ്പിത്തരുന്ന ദൈവസങ്കല്പങ്ങളിൽ ജോസിന് വിശ്വാസം അർപ്പിക്കാൻ കഴിയാത്തതുപോലെ എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവയിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ദൈവസങ്കല്പം മനുഷ്യന്റെ പരിമിതികളെ പ്രതിബിംബിപ്പാൻ മാത്രം പര്യാപ്തമാണ്. മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കുന്ന വിധങ്ങളുടെ വ്യത്യാസമാണ് മതങ്ങളുടെ വ്യത്യാസം. ദൈവങ്ങളുടെ വ്യത്യാസമല്ല. ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഏകദൈവത്തെ മനുഷ്യന്റെ പരിമിതികൾ കൊണ്ട് പല വിധത്തിൽ അപര്യാപ്തമായി അവൻ മനസ്സിലാക്കുന്ന വിധത്തിൽ ഊന്നി ഉരുത്തിരിഞ്ഞു വന്ന സമ്പ്രദായങ്ങളാണ് മതങ്ങളെന്ന് നാം പറയുന്നത്. അപ്പൊ തീർച്ചയായും ഈ മതങ്ങളെ മാത്രം ആശ്രയിച്ച് നാം ദൈവസങ്കല്പത്തെ രൂപീകരിച്ചെടുത്താൽ അത് വളരെ വികൃതമായിരിക്കും. അത് സ്വാഭിമാനമുള്ള, അല്പം ചിന്തിക്കുവാൻ താല്പര്യമുള്ള, സത്യത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തിക്കും അപ്രകാരം വിഴുങ്ങുവാൻ സാധ്യമല്ല. അങ്ങനെ മനുഷ്യർ അല്പം പോലും ചിന്തിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അപ്പാടെ വിശ്വസിച്ച് അതനുസരിച്ചെടുത്ത് ചാടുന്നത് കൊണ്ടാണ് മതങ്ങളുടെ പേരിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുകയും തമ്മിത്തല്ലുകയും കൊലപാതകം വരെ ചെയ്യുന്നത്.
മൃഗങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വസിക്കുന്നത് യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ലാത്ത സത്യദൈവത്തെ ഏറ്റവും വികൃതമായി അവതരിപ്പിക്കുന്ന ദൈവസംബന്ധമായ സങ്കല്പങ്ങൾ, അത് ആർക്കും സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് ജോസ് പറയുമ്പോൾ ഞാൻ 100% അതിനോട് യോജിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ മനുഷ്യൻ ദൈവത്തെ ഇപ്രകാരം വികൃതമാക്കി മനസ്സിലാക്കുകയും ചിത്രീകരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു സങ്കല്പമില്ല, അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. ജോസിന്റെ നിലപാട് അപ്രകാരമാണെന്ന് അവസാനം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെയും ആന്തരികമായ സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു. അത് ഞാൻ വിലമതിക്കും. ഇനിയും അദ്ദേഹം പറയുന്നത്, സർവശക്തനായ ദൈവം എനിക്ക് ദുരിതം തരികയും എൻ്റെ ദുരിതത്തിൽ എന്നെ സഹായിക്കാതിരിക്കുകയും മരിച്ച് എന്നാൽ സ്വർഗം തരും എന്ന് പറയുകയും ചെയ്യുന്നതിനോട് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത് മുഴുവനും ജോസ് പറയുന്നത് മുഴുവനും മതങ്ങളിൽ നിന്ന്, ഇപ്പൊ ക്രിസ്തു മതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച പൊട്ടത്തരങ്ങളാണ് അദ്ദേഹം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതായത് സർവശക്തനായ ദൈവം എനിക്ക് ദുരിതം തരും. ഈ മതങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ നിർവീര്യമാക്കുന്നു. മതങ്ങൾ മനുഷ്യനെ നിർവീര്യമാക്കുന്നു. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊള്ളുകയും ദൈവത്തിൽ ആശ്രയിപ്പീൻ, നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ വിശ്വാസം അർപ്പിച്ചാൽ മാത്രം മതി, നിങ്ങൾ വളരേണ്ട, അധ്വാനിക്കേണ്ട, അന്വേഷിക്കേണ്ട, വെറുതെ ഇരുന്നാൽ മതി, തൻ്റെ പ്രിയനെ അവൻ ഉറക്കത്തിൽ പോലും അനുഗ്രഹം കൊണ്ട് നിറച്ചോളൂ. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഇത് മനുഷ്യന്റെ ആന്തരികമായ പരിമിതികളെ മാത്രം വെളിപ്പെടുത്തുന്നതാണ്. ദൈവത്തെ പറ്റിയുള്ള ധാരണയല്ല ഇത്, ദൈവത്തെ പറ്റിയുള്ള സത്യമല്ല, ദൈവത്തെ പറ്റിയുള്ള ധാരണയാണ് സത്യം, ഇതല്ല. അപ്പോൾ മനുഷ്യനെ പ്രവർത്തന ശൂന്യതയിലേക്ക് ആക്കി വെക്കാനും നിർവീര്യമാക്കുവാനും ഉള്ള ഒരു മർമ്മമാണോ ദൈവം? ഒരിക്കലും ആകുകയില്ല. ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ അപാരമായ അപ്രമേയമായ സാധ്യതകൾ ഉൾക്കൊള്ളുന്നവനാണ് എന്ന് മാത്രവുമല്ല, ആ സാധ്യതകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വളർത്തിയെടുത്ത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനുള്ള കടമ അവനുണ്ട്. അതിനവനെ ഉദ്ബോധിപ്പിക്കുന്ന ആ പ്രത്യേകമായ ദൈവദാനത്തിൻ്റെ പേരാണ് ആത്മീയത എന്നുള്ളത്. പക്ഷേ അത് മതമായി വികൃതമാക്കപ്പെട്ടു വരുമ്പോൾ നേരെ മറിച്ചാകും. മനുഷ്യൻ വളരണ്ട, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അറിയണ്ട, അവൻ്റെ സാധ്യതകൾ അവൻ അറിയണ്ട. എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിരുന്ന് ആമേൻ സ്തോത്രം പറഞ്ഞാൽ മതി. ബാക്കിയെല്ലാം ഒന്നും ദൈവം ചെയ്യും. നന്മ ചെയ്താലും ദൈവം, തിന്മ ചെയ്താലും ദൈവം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവും അധ്വാനിക്കാനുള്ള ശരീരവും പരിമിതികളെ അതിജീവിക്കാനുള്ള വിഭാവനയും നൽകിയത് എന്തിനാണ്? നമ്മൾ ഒരു നിർജീവമായി ദൈവമെന്ന് പറയുന്ന ഈ പ്രതിഭാസം നമ്മുടെ മേൽ കാലാകാലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന നന്മയും തിന്മയും മാത്രം ആശ്രയിച്ച് അതിൻ്റെ ഇരകളായി മാത്രം ഇരിക്കാനാണെങ്കിൽ മനുഷ്യനെ ഒരു കല്ലിൻ്റെ കഷ്ണമായി സൃഷ്ടിച്ചാൽ പോരെ? ഒരു നല്ല കല്ലിൻ്റെ കഷണം, അല്ലെങ്കിൽ ഒരു 800 കോടി കല്ലും കഷ്ണങ്ങൾ സൃഷ്ടിച്ചാൽ മതിയല്ലോ. കല്ലിൻ്റെ പുറത്ത് ഒരു കാക്ക ഇരുന്ന് വിസർജിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് വേറെ ഒരു കല്ല് വന്ന് വീഴുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു ബോംബ് വന്ന് വീഴുന്നു. നാം അതുപോലെയാണോ? ഇതിന് ഇംഗ്ലീഷിൽ പാസിവിറ്റി എന്ന് പറയും. ഈ മതം മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രശ്നം, അവനെ എന്താണ് പറയുന്നത്, നിർജീവനാക്കുന്നു, ഈ പാസീവാക്കുന്നു. വാസ്തവത്തിൽ യേശു പഠിപ്പിച്ചത് എന്താണ്? നേരെ മറിച്ചാണ്. നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ സാധ്യതകളുടെയും പൂർണ്ണത അന്വേഷിപ്പാൻ നിനക്ക് കടമയുണ്ട്. ആ കടമ നീ എപ്രകാരം നിർവഹിക്കുന്നു അതനുസരിച്ച് മാത്രമേ നിനക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പ്രാപിപ്പാൻ അർഹതയുള്ളൂ. അവിടെ മനുഷ്യൻ ഊർജ്ജസ്വലമായി എപ്പോഴും ആവേശത്തോടുകൂടെ അധ്വാനിച്ചു കൊണ്ടിരിക്കണമെന്ന ഒരു അറിവല്ലേ യേശു നൽകുന്നത്. എന്നാൽ മതത്തിൽ അങ്ങനെയല്ല.
നിങ്ങൾ ഞങ്ങളെ ആശ്രയിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ മതത്തിൻ്റെ ഈ ചട്ടക്കൂടിനെ ആശ്രയിക്കുക. ആ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുന്ന ദൈവം നിങ്ങൾക്ക് അത് തരും, ഇത് തരും എന്ന് പറഞ്ഞ് മനുഷ്യനെ വ്യാമോഹിപ്പിച്ച് അവൻ്റെ സാധ്യതകളെ മുഴുവനും നിർവീര്യമാക്കുന്ന ഒരു പൈശാചികമായ പ്രവണതയാണ് മതത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് ജോസ് പറയുമ്പോൾ ഞാൻ അതിനോട് 100% യോജിക്കുന്നു. പക്ഷേ ഇത് ദൈവത്തിൻ്റെ തലയിൽ കൊണ്ടുവെക്കരുത്. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ മനുഷ്യനായിത്തീരണം, ചത്ത ശരീരമായിട്ട് മനുഷ്യനിരിക്കണം, വാ വിളിച്ചുകൊണ്ടിരിക്കണം, ദൈവം വല്ലതും തന്നുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു ദർശനം സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലും പഠിപ്പിലും കൂടെ നാം ശ്രദ്ധ വെച്ച് നോക്കിയാൽ എവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. നേരെ മറിച്ചാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും ജീവിത സാധ്യതകളുടെയും ചുമതല ഏറ്റെടുക്കാൻ നാം തയ്യാറാകണം. അതിന് നമ്മെ വളർത്തുകയും പരിശീലിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യുന്ന കാര്യത്തിൻ്റെ പേരാണ് ആത്മീയത എന്നുള്ളത്. അതാണ് യേശുവിൻ്റെ മാർഗം എന്നത് പൊതുവായി ക്രിസ്ത്യാനികൾക്ക് അറിയാൻ വയ്യാത്തതിൻ്റെ കാര്യം. ഈ സത്യത്തെ എല്ലാ സഭകളും മൂടി വച്ചിരിക്കുന്നു. കാരണം സഭകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വിശ്വാസികൾ സഭയിൽ ആശ്രയിക്കണം, സഭയുടെ ഇത്തിലുകളായി അവർ കഴിയണം. ഓരോ വ്യക്തിയും അവൻ്റെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിച്ചാൽ, അവന് ദൈവം നൽകിയ സാധ്യതകളുടെ പൂർണ്ണത അന്വേഷിച്ചാൽ, അവൻ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒരു അടിമയായി ഒതുങ്ങി നിൽക്കുകയില്ല എന്നത് അറിയാവുന്നത് കൊണ്ട് മനുഷ്യൻ്റെ വളർച്ച അല്പം പോലും കാക്ഷിക്കുന്നത് പോകട്ടെ അനുവദിക്കുക പോലും ഇല്ലാത്ത വിധത്തിലാണ് മതത്തിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നത് നമുക്ക് തിരിച്ചറിയാം. യേശുവിൻ്റെ അനുഭവം നോക്കിയാൽ അത് തന്നെയായിരുന്നു. യഹൂദ മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുക്കാൻ കഴിയാത്ത അത്ഭുതകരമായ വ്യക്തിത്വം യേശുവിനുണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ കൊന്നേ അടങ്ങൂ എന്ന മതത്തിൻ്റെ സംരക്ഷകരായ ആളുകൾ ചിന്തിച്ചത്, അപ്രകാരം പ്രവർത്തിച്ചത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ സർവശക്തനായ ദൈവമല്ല നമുക്ക് ദുരിതം തരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ എനിക്ക് എൻ്റെ കാര്യം അറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹിച്ച എല്ലാ ദുരിതങ്ങളും ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. ഈ ദുരിതം വരുത്തി വെക്കാതെ എനിക്ക് വേണമെങ്കിൽ കഴിയാമായിരുന്നു. എന്നാൽ അതല്ലാത്ത ചില ദുരിതങ്ങളുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ദുരിതമല്ലെന്ന് ഇപ്പോൾ എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൻ്റെ ചില അംശങ്ങളെ എനിക്ക് ബോധ്യമാകത്തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടായിട്ടുണ്ട്. ദാറ്റ് വാസ് എ സ്കൂൾ ഓഫ് മൈ ലേണിംഗ്. അപ്പോൾ ദൈവം നമുക്ക് ദുരിതം തരും. അത് ദുരിതമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ ഒത്തിരി ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അത് മുഴുവൻ ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. എന്നാൽ അതല്ലാത്ത കഷ്ടപ്പാടുകൾക്ക് ഞാൻ കടന്നു പോയിട്ടുണ്ട്. അത് എൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി സർവശക്തനായ ദൈവം കനിഞ്ഞ് എനിക്ക് നൽകിയിട്ടുള്ള കഷ്ടപ്പാടുകളാണ്. അതെനിക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതോർത്ത് ഞാൻ ആത്മാർത്ഥമായി ആ കഷ്ടപ്പാടിൽ കൂടെ നടക്കേണ്ടി വന്നതിൽ ആത്മാർത്ഥമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നിൽ എന്തെങ്കിലും നന്മയോ വ്യക്തിത്വത്തിൻ്റെ ആഴമോ ഉണ്ടെങ്കിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ കൂടെ മാത്രമേ പ്രാപിക്കാൻ ഇടയായിട്ടുള്ളൂ എന്ന സമയത്ത് നെഞ്ചത്ത് കൈവച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് ദൈവം ദുരിതം തരികയും എൻ്റെ ദുരിതത്തിൽ എന്നെ സഹായിക്കാതിരിക്കുകയും ഇനി നാം മനസ്സിലാക്കേണ്ടത്, ദൈവബോധം നമ്മളിൽ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തോട് സ്നേഹവും ആരാധനവും മനോഭാവം ഉണ്ടെങ്കിൽ നാം ചെയ്യുന്നത്, നാം ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാകയാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവിക മർമ്മം അതെന്താണ്? പൂർണ്ണതയുടെ മർമ്മം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ. എൻ്റെ പിതാവ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തോട് സ്നേഹവും ആരാധനാ മനോഭാവം ഉണ്ടെങ്കിൽ നാം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ഈ ദൈവിക മർമ്മത്തെ കൂടുതൽ കൂടുതൽ വളർത്തുകയും അത് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വെളിച്ചമാക്കി നാം അംഗീകരിച്ച് ജീവിതത്തെ ധന്യമാക്കുമ്പോൾ നാം ഈ പറയുന്ന കെടുതികളിൽ നിന്ന് നാം അറിയാതെ തന്നെ വിടുതൽ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ സഹായമില്ലാതെ, ദൈവത്തിൻ്റെ സഹായം ഇരന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലാതെ
ദൈവീകമായ അവസ്ഥ ഉള്ളിൽ വഹിക്കുവാൻ, ഉള്ളിൽ അനുഭവിപ്പാൻ നമുക്ക് നൽകിയ അതുല്യമായ ഈ ആനുകൂല്യത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ ആരാധന എന്ന് പറഞ്ഞ് തെണ്ടേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ്. അപ്പൊ ആർക്കാണോ ദൈവത്തിന്റെ സഹായം ആവശ്യമില്ലാത്തവർ, അവർ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുന്നുള്ളൂ. ഇതാണ് ആത്മീയതയുടെ വിരോധാഭാസം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ആർക്കാണോ അവർ ഏതവസ്ഥയിൽ കൂടെ പോയാലും ദൈവത്തിന്റെ സഹായം ആവശ്യമില്ലാത്തത്, അവർ മാത്രമേ ദൈവമക്കളാകുന്നുള്ളൂ. അവർ ദൈവത്തെ പോലെ ആയിത്തീരുകയാണ്. അല്ലാത്തവർ ആജീവനാന്തം ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അങ്ങനെ ഒരു ദൈവത്തെ മാത്രമേ മതത്തിൽ കൂടെ നമുക്ക് അറിയുവാൻ ഇന്ന് വരെ സാധിച്ചിട്ടുള്ളൂ. അത് നമ്മുടെ അറിവുകേടാണ്. അത് ദൈവത്തിന്റെ തലയിൽ കൊണ്ടുവെക്കേണ്ട കാര്യമൊന്നും. ദൈവത്തെ ന്യായീകരിക്കാൻ എനിക്ക് യാതൊരു ആവശ്യവുമില്ല. ആ ഒരു കോൺട്രാക്ട് ഞാൻ എടുത്തിട്ടുമില്ല. പക്ഷെ ജീവിത യാഥാർത്ഥ്യങ്ങൾ സാക്ഷീകരിക്കുക, അങ്ങനെ ഒരു നിർബന്ധം കിടക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ സഹായിക്കാതെ മരിച്ചു ചെന്നാൽ സ്വർഗം തരുമെന്ന് പറയുകയും ചെയ്യും. ഇത് ഇദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റാണ്. മനുഷ്യന് കൈക്കൂലി എന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മയക്കുമരുന്ന് എന്ന വിധത്തിലാണ് സ്വർഗം അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ ഭൂമിയിൽ എത്ര മോശമായാലും, നിങ്ങളിവിടെ എത്ര നരകിച്ചാലും സാരമില്ല, നിങ്ങൾക്ക് സ്വർഗം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നന്മ, ഭൗതികമായ നന്മ തന്നെ പ്രാപിപ്പാൻ വെമ്പുന്നവരാണ്. അതുകൊണ്ടാണ് യേശു അങ്ങനെയുള്ള ആളുകളെ കപടഭക്തിക്കാർ, ഹിപ്പോക്രിറ്റ്സ് എന്ന് വിളിച്ചത് എന്ന് നമുക്ക് അറിയാം. അപ്പൊ സ്വർഗം എന്നത് ഈ ലോകത്തിലെ നമ്മുടെ നിരർത്ഥകമായ ജീവിതത്തിൻ്റെയോ നാം മനഃപൂർവ്വം ഏറ്റുവാങ്ങിയ പരാജയങ്ങളുടെയോ കോമ്പൻസേഷൻ അല്ല. അങ്ങനെയാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് മനുഷ്യർ പുതുക്കെ പരക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനം പറയുന്നു, എന്തെങ്കിലും ന്യൂനതയുള്ള ഒന്നിനെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞ അതേ ആശയം, നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ. അങ്ങനെ സൽഗുണപൂർണരാകുന്നവർക്ക് തെണ്ടേണ്ട ആവശ്യമില്ല എന്നാണ് സുവിശേഷത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ളത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറയാറില്ല. യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യൻ അവൻ്റെ പൈശാചികമായ പ്രവണതകളെ മാത്രം ആശ്രയിച്ചാണ്, ഭൗതികമായ കണക്കൂട്ടൽ കൊണ്ട് മാത്രമാണ്. അതിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല. നമുക്കറിയാം, സാത്താൻ യേശുവിനെ പരീക്ഷിച്ചപ്പോൾ രണ്ടാമത്തെ പരീക്ഷയിൽ അവനെ യെരൂശലേം ദേവാലയത്തിന് മുകളിൽ കൊണ്ടുവന്ന് താഴോട്ട് ചാട്, നീ ചാടിയാൽ നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൈവം തന്റെ ദൂതന്മാരെ നിയമിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ദേവാലയത്തിന് മുകളിൽ കയറാൻ ദൈവം പറഞ്ഞില്ല. ദൈവം പറയാതെ മുകളിൽ കയറി തന്നിഷ്ടം കൊണ്ട് മുകളിൽ കയറി താഴോട്ട് ചാടിയാൽ അതിൻ്റെ ബാക്കി പത്രം ദൈവം വായിച്ചോണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു മാന്യതയുമില്ല, യുക്തിയുമില്ല, ന്യായവുമില്ല. അങ്ങനെയുള്ള പൊട്ടത്തരം വളർത്തിയെടുക്കാനുള്ള ഇടമല്ല ദൈവഭക്തി, ഈശ്വരഭക്തി എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ഇറാൻ ഇസ്രയേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിച്ചത് ദൈവമല്ല, ദൈവം പറഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ പേരൊക്കെ അതിനകത്ത് കൊണ്ടുവരാൻ ട്രംപൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെറും പച്ച കള്ളമാണ്. ഇങ്ങനെയുള്ള കാപഠ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ അപ്പം ദൈവം കിടന്ന് ഉറങ്ങുകയായിരുന്നു, ദൈവം ഉറങ്ങുകയായിരുന്നു, ഉണർന്നിരിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ മനുഷ്യന് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതിനെ എപ്രകാരമാണ് പ്രയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനെ മനുഷ്യൻ ദുരുപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ അതുകൊണ്ട് ചുമതലയൊന്നുമില്ല, അതിൻ്റെ മുഴുവൻ ചുമതലയും ദൈവത്തിനാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു സാമാന്യ മര്യാദയില്ല എന്ന് മാത്രമേ ഇവിടെ പറയേണ്ടതുള്ളൂ. അപ്പോൾ ദൈവം ഉറങ്ങുകയാണോ മയങ്ങുകയായിരുന്നോ അറിയില്ല. പക്ഷെ മനുഷ്യൻ നന്നേ ഉണർന്നിരുന്നിട്ടാണ് ഈ പൈശാചികമായ തീരുമാനങ്ങൾ എടുക്കുന്നതും മൃഗീയമായ പ്രകാരം പ്രവർത്തിക്കുന്നതും എന്ന് മാത്രം എനിക്കറിയാം. ഇനിയും ജോസ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ശക്തിയെ ദൈവം എന്ന് തന്നെയാണ്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ വിശ്വസിക്കുന്നു. ആ വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമാണ്. യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസം ഇങ്ങനെയുള്ള വെറും അപഹാസ്യമായ ധാരണകളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ മതിയാകുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെറും മണ്ടത്തരമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്.
പക്ഷെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇപ്പൊ ദൈവത്തിന്റെ സഹായം തേടാനാണ് പ്രാർത്ഥന എന്ന് ആരാണ് പറഞ്ഞത്? വാസ്തവത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടത് നാം ആരായി തീരണമോ അപ്രകാരമായി തീരുവാനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. നാം ദൈവ മക്കളായി തീരേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാനല്ല. പക്ഷെ അതങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയോട് വിട പറയാൻ നമുക്ക് മനസ്ഥിതി ഉണ്ടാണ്. പക്ഷെ സാധാരണ ക്രിസ്ത്യാനിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ചേഞ്ചും സ്വീകാര്യമല്ല. അവൻ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ ചിതൽപുറ്റ് പോലെ ഇരുന്ന് പിന്നെ ദൈവത്തിന്റെ ജോലിയാണ് അതിൻ്റെ മുകളിൽ നല്ല നല്ല അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ എനിക്ക് യാതൊരു മാറ്റവും സാധ്യമല്ല. യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും മാറ്റത്തിന് നിങ്ങൾ മനസ്സ് തുറപ്പീൻ. അത് സാധ്യമല്ല. പിന്നെ നമുക്ക് ആകെപ്പാടെ ചെയ്യാവുന്നത് എല്ലാറ്റിൻ്റെയും ചുമതല, എല്ലാറ്റിൻ്റെയും പഴി പാവം ദൈവത്തിന്റെ തലയിൽ കൊണ്ട് വെക്കുക. മനുഷ്യന് യാതൊരു കടമയുമില്ല, യാതൊരു ചുമതലയുമില്ല. ഈ ഭൂമിയിൽ നടക്കുന്ന ആക്രമണത്തിനോ അഴിമതിക്കോ കൊലപാതകത്തിനോ മനുഷ്യൻ ഉത്തരവാദിയേ അല്ല. ആകെപ്പാടെയുള്ള ഉത്തരവാദി ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ചരിത്രത്തിൽ ഒരൊറ്റ ഇര മാത്രമേ ഉള്ളൂ. There's only one victim in human history. ആ ഇരയുടെ പേരാണ് ദൈവം എന്നുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്ന് സകല മനുഷ്യജാതിക്കും വേണ്ടി ചരിത്രത്തിന്റെ ഇരയായി കാൽവറിയിൽ സ്വയം അർപ്പിക്കേണ്ടി വന്നത്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. പക്ഷെ അത് മനസ്സിലാക്കാനും സ്വാംശീകരിക്കുവാനും കൂട്ടാക്കുമ്പോൾ ഇപ്രകാരമുള്ള ജടിലമായ സങ്കല്പത്തിന്റെ അടിമത്വത്തിൽ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകുമെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു. അഭിപ്രായം അറിയിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ജോസ് തരകരനോടുള്ള എൻ്റെ കടമ വാത്സല്യം അറിയിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം.